ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലകളിൽ വ്യോമപാത നിയന്ത്രണങ്ങളും വിമാന സർവീസുകളിലെ തടസ്സങ്ങളും തുടരുന്നു. നിലവിൽ സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്ക് സർവീസുകൾ തുടരുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ഇതുവരെ ഏകദേശം 8,43,000 യാത്രക്കാർ ഈ മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അശാന്തമായി തുടരുകയാണ്. ഇപ്പോൾ പ്രവാസികൾ നാട്ടിലേക്ക് എത്താനാകാതെ നിരാശയിലാണ്. എന്നാൽ യുഎഇയിൽ നിന്നു മാത്രം ഒരു ദിവസം ഏകദേശം 95 വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് സൗദി അറേബ്യ, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലേക്കാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നത്. ഖത്തർ വ്യോമപാത ഭാഗികമായി തുറക്കുകയും ചെയ്തിട്ടുണ്ട്. 8 മുതൽ 10 വരെ സർവീസുകളാണ് ഖത്തർ എയർവേസ് ഇന്ത്യയിലേക്ക് പ്രതിദിനം നടത്തുന്നത്. എന്നാൽ കുവൈറ്റ് വ്യോമപാത ഇതുവരെ തുറന്നിട്ടില്ല. ആയതിനാൽ തന്നെ സൗദി അറേബ്യയിലെ ദമാം വഴി വിമാന സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ബഹ്റൈൻ വ്യോമപാതയും തുറന്നിട്ടുണ്ട്. ഗൾഫ് എയർ ഇന്ത്യയിലേക്ക് സർവീസ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ സംഘർഷബാധിത പ്രദേശങ്ങളിൽ നിന്ന് 2180 ഇന്ത്യക്കാരെ അർമേനിയ, അസർബൈജാൻ വഴി ഇന്ത്യയിലേക്ക് എത്തിച്ചതും ആശ്വാസകരമായ റിപ്പോർട്ടാണ്. അതിൽ 981 വിദ്യാർത്ഥികളും 657 മത്സ്യത്തൊഴിലാളികളുമാണ് ഉൾപ്പെടുന്നത്. ഇസ്രയേൽ വ്യോമപാത ഭാഗികമായി തുറന്നിട്ടുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങളുമുണ്ട്. ഇസ്രയേലിൽ നിന്ന് ഇന്ത്യക്കാരുടെ യാത്ര ജോർജിയ, ഈജിപ്ത് വഴിയാണ്. ഇറാഖിൽ നിന്നുള്ളവർ ജോർദാൻ, സൗദി അറേബ്യ വഴിയും ഇന്ത്യയിലേക്ക് എത്തുന്നതായാണ് പറയുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ കേന്ദ്ര മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. എന്തായാലും സംഘർഷങ്ങളെ തുടർന്ന് ഫെബ്രുവരി 28 മുതൽ ഇതുവരെ ഏകദേശം 8,43,000 യാത്രക്കാർ ഈ മേഖലകളിൽ നിന്നെല്ലാം ഇന്ത്യയിലേക്ക് എത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകൾ വഴി ഏകോപിച്ചാണ് ഇവരുടെ യാത്ര സുരക്ഷിതമാക്കുന്നത്. ഗൾഫ് പശ്ചിമേഷ്യൻ മേഖലയിൽ വ്യോമപാത നിയന്ത്രണങ്ങളും വിമാന സർവീസുകളിലെ തടസ്സങ്ങളും തുടരുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും യാത്ര സുഗമമാക്കാനും വിപുലമായ ഏകോപന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. പ്രാദേശികമായ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പൗരന്മാരുടെ യാത്ര സുഗമമാക്കുന്നതിന് പല ഗൾഫ് രാജ്യങ്ങളിലും പരിമിതമായ തോതിൽ വാണിജ്യ വിമാനങ്ങളും ഷെഡ്യൂൾ ചെയ്യാത്ത വിമാന സർവീസുകളും ഇപ്പോൾ നടന്നുവരികയാണ്. അതായത് ഇന്ത്യയും യുഎഇയും തമ്മിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച ഇത്തരം സർവീസുകൾ തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.